വണ്ടി കാണുന്നില്ലല്ലോ. സന്തോഷമായിരിക്കും മോളെ. നീ ഇങ്ങനെ വിഷമിച്ചാലോ? ചാലക്കുടി വരെ ഞാനും വരാം. മുത്തച്ഛന്റെ വീട്ടിലും ഒന്ന് പോവാം. Attention please. Cochin Madras will be arriving at platform 1 within few minutes. Cochin Madras like Indian Railway now the platform like on the ട്രെയിൻ വന്നു. വരൂ. അമ്മ പോട്ടർക്ക് പൈസ കൊടുത്തേക്ക്. നീ പോയിക്കോ, ഞാൻ കൊടുക്കാം. ഇതെന്താ സാറേ 2 റുപ്പീസോ? കണ്ടില്ലേ, സർക്കാരിന്റെ 2 രൂപ നോട്ട്. ഇത് പോരാ സാറേ, 2 രൂപ കൂടി തന്നേ പറ്റൂ. ഇതെന്താണോ പിടിച്ചു പറയോ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ സാറേ? എന്നാ ഇത് തന്നെ അറിയാപ്പോ. 1001 വെട്ടിയുണ്ട്, 2000 രൂപയും തരും. അവന്റെ ഭാവം കണ്ടാൽ ഈ റെയിൽവേ അവന് സ്ത്രീധനം കിട്ടിയാണെന്ന് തോന്നുന്നു. ആ, ജനാധിപത്യ ഭരണമല്ലേ മാവ? അവന്റെ അമ്മയുടെ ജനാധിപത്യം. പണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1949 തോന്നുന്നു ഇതുപോലൊരു സംഭവം സിംഗപ്പൂരിലുണ്ടായി. തുടങ്ങി. സിംഗപ്പൂരിൽ എത്ര ലഗേജ് ഉണ്ടെങ്കിലും $1 അവിടുത്തെ പോർട്ടർ വാങ്ങൂ. അതാണ് അവിടുത്തെ റെയിൽവേയുടെ ഡിസിപ്ലിൻ. ഒരു സിംഗപ്പൂർ ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വേറെ 25 നയ പൈസ. അമ്മോ, ഡോക്ടർ വാസുദേവൻ ഡോക്ടർ ചെറിയാന് കൊടുക്കാൻ തന്ന ലെറ്റർ എടുത്ത് വെച്ചിട്ടില്ലേ? ഈ ഡോക്ടർ ചെറിയാൻ വളരെ കാലം സിംഗപ്പൂരിലുണ്ടായിരുന്നതാ. ആള് വളരെ ഏബിളാ. ഞങ്ങള് തമ്മിൽ 1-2 പ്രാവശ്യം പരിചയപ്പെട്ടിട്ടുള്ളതാ. ഇപ്പൊ എന്നെ ഓർക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. ഓർക്കാതിരിക്കുമോ? ഇനി അവിടെ കിടക്കണമെന്നോ മറ്റോ ഡോക്ടർ പറഞ്ഞാൽ ഒരു കത്തയച്ചാ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. നീ ഇങ്ങനെ തൊട്ടാവാടി ആയാലോ കുട്ടി? ഒന്നും ഉണ്ടാവില്ല, വേറെ ഒരു ചെക്കപ്പിന് പോവല്ലേ. ഗ്രഹസ്ഥിതി പ്രകാരം വ്യാഴം 11-ലായതുകൊണ്ട് ഈശ്വരാധീനം നല്ലതുപോലെ തെളിഞ്ഞു നിൽപ്പുണ്ട്. അപ്പൊ വേറെ ദോഷങ്ങളൊന്നും വരാൻ പോകുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ സുമംഗലി യോഗം നല്ലതുപോലെ തെളിഞ്ഞു നിൽപ്പുണ്ട്. ഉണ്ണികൃഷ്ണമേനോന്റെ സമയത്തിന് ദശാസന്ധി ദോഷം ഉള്ളതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ദോഷമുണ്ട്. അതുകൊണ്ട് ഏതായാലും യാത്ര നാളെ വേണ്ട. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ വിതക്കിൽ വിളയാഭൂമി യാത്ര പോകിൽ അവൻ വരാ എന്നാണല്ലോ പ്രമാണം. ദർശനത്തിൽ വേറെ വല്ല കുഴപ്പവും കാണാനുണ്ടോ കണിയരെ? അമ്മ തുടങ്ങിയല്ലോ. രാശിപ്രകാരം കണ്ടതല്ലേ കണിയാര് പറഞ്ഞത്? യോയോ ഭാവസ്വാമി ദിഷ്ടോ ഇതോവാ. വ്യാഴം ലക്കത്തിലേക്ക് ദൃഷ്ടിയുണ്ടല്ലോ. അതെ അതെ. ഉണ്ണികൃഷ്ണനോട് പറഞ്ഞേക്ക് നാളെ പുറപ്പെടണ്ട, യാത്ര മറ്റന്നാളേക്ക് ആക്കാവുന്നു. പീരങ്കികളുടെയും തോക്കുകളുടെയും മുമ്പിൽ പതറാത്തവനാണ് ഈ ഞാൻ. പിന്നെ ഈ ചെറിയ രോഗം. മനുഷ്യന് അസുഖം ഉണ്ടാവുമ്പോഴാണ് ധൈര്യം ഉണ്ടാവേണ്ടത്. അത് അത്യാവശ്യത്തിൽ കൂടുതൽ ഉണ്ണിക്കുള്ളത് കൊണ്ട് ഞാൻ പിന്നെ തന്നോടൊന്നും പറയേണ്ട കാര്യമില്ല. കറക്റ്റ്. ഓ കണ്ടോ മാവ, ഇതാ എനിക്ക് പിടിക്കാത്തത്. ഈ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഇവളെന്തിനാ പേടിക്കുന്നത്? ഇവളുടെ അമ്മ എന്തായിരുന്നു? ആശുപത്രിയിൽ നിന്ന് കേട്ടാൽ ബോധം കെട്ട് വീഴുന്ന പാർട്ടിയായിരുന്നു. ഗുഡ് ഈവനിങ് സാർ. സാർ വല്ലതും വേണോ സാർ? എന്താ? നൈറ്റ് മീൽസ്. ചപ്പാത്തിയോ ചിക്കനോ മട്ടനോ മറ്റവനോ? ഈ മീൽസും മട്ടണും മനസ്സിലായി. മറ്റവൻ ഏതാ പാർട്ടി? ലവൻ. ലിക്കർ വേണോന്ന്. എന്ന് അത് പച്ച മലയാളത്തിൽ കൂടെ പറഞ്ഞാ പോരെ? മറ്റവനും 2 കെട്ടവനും ഒക്കെ പറഞ്ഞ് ഫോറിൻ ലിക്കറിന്റെ അന്തസ് നശിപ്പിക്കണോ?
താൻ പോടും. ഇവിടെ മദ്യം കഴിക്കുന്നവരാരുമില്ല. പണ്ട് സിംഗപ്പൂരിൽ വെച്ച് 4 പെഗ് കഴിച്ചാലേ എനിക്ക് ഉറക്കം വരും. ചില മെന്റൽ ടെൻഷൻ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ഒരു ഫുൾ ബോട്ടിൽ അകത്താക്കുവാൻ. ആ അമ്മാവൻ അന്ന് കഴിച്ചതിന്റെ ഗുണമായി കാണുന്നത്. കണ്ടില്ലേ ഈട്ടിത്തടി പോലെ ഇരിക്കുന്നത്. നാട്ടിൽ വന്നതിന് ശേഷം എന്നും ഫോറിൻ ലിക്കർ കഴിക്കാൻ പറ്റുമോ? നാടൻ കഴിക്കാൻ ആദ്യമൊക്കെ വലിയ മടിയായിരുന്നു. പിന്നെ ഉറക്കം വരണ്ടേ? ഒടുവിൽ എന്റെ അമ്മ, അതായത് ഇവളുടെ അമ്മുമ്മ ഉണ്ടാക്കിയ ഒരു അരിഷ്ടം കഴിച്ചിട്ടാണ് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞത്. കുറേ ദിവസം കഴിഞ്ഞപ്പോ അരിഷ്ടം തന്നെയാണോ അതോ ചാരായം ചേർത്ത അരിഷ്ടമാണോ ഞാൻ കഴിക്കുന്നതെന്ന് അമ്മയ്ക്കൊരു സംശയം. ചുരുക്കി പറഞ്ഞ അമ്മാവ് മുത്തശ്ശിയെ കളിപ്പിച്ച് ദിവസവും അടിച്ച് പൂസായിക്കൊണ്ടിരുന്നു എന്ന് അർത്ഥം. അതെ, ഇവളെ അങ്ങനെയാണോ? ഒന്ന് മണക്കാൻ പോലും സമ്മതിക്കുകയല്ല. പേർക്ക് ഇരിക്കാവുന്ന മുറിയാ. നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, സൗകര്യമായിട്ടിരിക്കാം. അതിനാരെങ്കിലും വന്നോളൂ. ഇനി അഥവാ ആരും വന്നില്ലെങ്കിൽ തന്നെ അമ്മൂനിരുന്ന് കരയാൻ സൗകര്യമായി. ഞാനില്ലാന്ന് വരെ നീ വിചാരപ്പെടരുത്. നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ തുടങ്ങിയാലോ? അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വിവരത്തിന് കത്തയക്കണം. ആ പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതേ നമ്മുടെ മുറി തന്നെ. കേട്ടോ മിസ്റ്റർ, ഞങ്ങളുടെ റൂമിൽ പെട്ടെന്നൊരാളെ കണ്ടപ്പോ എന്റെ ശ്രീമതി ഭയന്നുപോയി. ഉണ്ണികൃഷ്ണൻ, വേണമെങ്കിൽ മേജർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയാം, ബട്ട് എക്സ് മേജർ ആണെന്ന് മാത്രം. ബൈ ദ വേ, വാട്ട് ഈസ് യുവർ നെയിം? വിഷ്ണു. നൈസ് നെയിം. എവിടെയാ നാട്? ഒറ്റപ്പാലം. സർപ്രൈസിങ്. എന്റെ ഭാര്യയുടെ നാട്ടുകാരാണല്ലോ. അപ്പൊ നിങ്ങൾ പഴയ പരിചയക്കാരായിരിക്കും. ഒരു കമ്പനി ഇല്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ വന്നു കിട്ടിയതോ ഭാര്യയുടെ നാട്ടുകാർ. ഐ എം വെരി ഗ്ലാഡ് ടു മീറ്റ് യു മിസ്റ്റർ ഇന്ദ്രൻ. ബൈ ദ വേ, വിഷ്ണു, സോറി മിസ്റ്റർ വിഷ്ണു. വിഷ്ണു മദ്രാസിലേക്കാണോ? അതെ. മദ്രാസിൽ എന്ത് ചെയ്യുന്നു? ഒരു പ്രൈവറ്റ് കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണ്. നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിങ്ങൾ കൂട്ടിക്കിഴിച്ച് കൃത്യമായി എഴുതി വെച്ച ഏതെങ്കിലും കണക്കുകൾ തെറ്റിയിട്ടുണ്ടോ? സാർ എങ്ങോട്ടാണ്? നോ സാർ ബിസിനസ്. എന്റെ പ്രായമനുസരിച്ച് ചേട്ടാന്ന് വിളിക്കാം, വേണമെങ്കിൽ മേജർന്നും വിളിക്കാം. ഞങ്ങള് മദ്രാസ് മെഡിക്കൽ കോളേജ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവാ. എന്റെ ഹാർട്ടിന്റെ ഒരു വാൽവിന് എന്തോ തകരാറുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. അത് ശരിയാണെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ചെറിയാനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് ഇവക്കൊരു നിർബന്ധം. ശരി, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്ത് പറ്റിയതാ? എന്തിനാ അതൊക്കെ പറയുന്നു? ഇതൊരു ഗോൺ കേസാ.
മിസ്റ്റർ വിഷ്ണു, കറുത്ത കണ്ണട വെച്ചുകൊണ്ട് സംസാരിക്കരുത്. സംസാരിക്കുമ്പോൾ കണ്ണുകൾ പരസ്പരം കണ്ടാലേ മനസ്സിന്റെ വികാരങ്ങൾ മനസ്സിലാവൂ. യു ഫോളോ മീ. എനിക്ക് എന്നെപ്പോലെ തുറന്ന മനസ്സുള്ളവരെയാണ് ഇഷ്ടം. മുഖം മൂടി വെച്ചവരെ എനിക്കിഷ്ടമല്ല. സോറി, തുറന്നു പറഞ്ഞതിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്. വിഷ്ണുവേട്ടന്റെ കണ്ണുകൾക്ക് എന്തു ഭംഗിയാ. എപ്പോഴും ഇത്തിരി നനഞ്ഞ് സ്വപ്നം കാണുന്ന കണ്ണുകൾ. എന്തിനാ വിഷ്ണുവേട്ടാ ആ നല്ല കണ്ണുകൾ ഈ കറുത്ത കണ്ണട വെച്ച് മറയ്ക്കുന്നത്? അതിങ്ങോട്ട് തരും. അപ്പോ അത് ശരി, എന്റെ കണ്ണുകൾ കാണുന്നത് വിഷ്ണുവേട്ടന് ഇഷ്ടമല്ല അല്ലേ? നിന്റെ കണ്ണുകൾ മാത്രമല്ല, എന്റെ അമ്മ, നിന്റെ എല്ലാം എല്ലാം എനിക്കിഷ്ടമാണ്. നിന്റെ എല്ലാം എല്ലാം എനിക്കിഷ്ടമാണ്. ഞാന് ഒന്ന് ബാത്റൂം വരെ പോയിട്ട് വരാം. വേണ്ട വേണ്ട, താൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം.